പ്രഭാഷണ പരമ്പരകൾ ശ്രമിക്കുന്നതിന് വേണ്ടി ഇരിക്കുന്ന ഒരു സദസ്സല്ല. മഹല്ലിൻ്റെ പ്രതിനിധികൾ, ഇമാമിങ്ങൾ, പൊതുകാര്യ പ്രശസ്തർ, നമ്മുടെ ഉമ്മത്തിൻ്റെ നേതൃത്വമാണ് ഇവിടെ ഇരിക്കുന്നത്. വളരെ കൃത്യമായി, സമയബന്ധിതമായി, വളരെ പ്രയോജനപ്രദമായ ക്ലാസ്സുകൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ സദസ്സിൻ്റെ മുമ്പാകെ ഒരു സംസാരത്തിന് ഞാൻ മുതിരുന്നില്ല. അടുത്ത സെഷൻ ആരംഭിക്കാനുള്ള സമയവും കഴിഞ്ഞിരിക്കുകയാണ്. ലീഗൽ ഫോറവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ പരിജ്ഞാനങ്ങൾ പകർന്ന് കിട്ടേണ്ടത് പ്രഗത്ഭ വ്യക്തിത്വങ്ങളൊക്കെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന് നമ്മുടെ ഡോക്ടർ പി നസീർ സാർ അടക്കം, അതുപോലെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ അഡ്വക്കേറ്റ് TPM ഇബ്രാഹിം ഖാൻ അടക്കം, ലക്ഷദ്വീപ് MP അടക്കം എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ സംസാരത്തിലേക്ക് ഒന്നും കടക്കുന്നില്ല. ഒരു കാര്യം മാത്രം, വിശുദ്ധ ഖുർആൻ നമ്മെ വിശേഷിപ്പിച്ചത് കുന്തും ഖൈറ ഉമ്മ, ഉലകിൻ്റെ ഉത്തമ സമുദായം എന്നാണ് അള്ളാഹു നമ്മെ അടയാളപ്പെടുത്തിയത്. എന്തുകൊണ്ട്? നാം നന്മയുടെ പ്രചാരകരും തിന്മയുടെ വിപാടകരുമാണ്, അഥവാ പ്രബോധക സംഘമാണ്. സമൂഹത്തെ വഴി നടത്തേണ്ടവരാണ്. ഏത് കാലഘട്ടത്തിലും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും സമൂഹത്തെ വഴി നടത്തുവാനുള്ള ഉത്തരവാദിത്തം, വെളിച്ചം പകർന്നു കൊടുക്കുവാനുള്ള ഉത്തരവാദിത്തം പ്രബോധക സംഘമായി നമ്മെ തിരഞ്ഞെടുത്തുവെങ്കിൽ നാം ഒരു കാര്യം ഓർക്കുക, ആ ഉമ്മത്തിന്റെ നേതൃത്വമാണ് നാം. നമ്മെ സംബന്ധിച്ചിടത്തോളം പൂവിരിച്ച പാത മാത്രമായിരിക്കില്ല നമുക്ക് സഞ്ചരിക്കേണ്ടി വരുന്നത്. കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ സഞ്ചരിക്കേണ്ട ഒരു കൃത്യമായൊരു സമൂഹമാണ്. ആ സന്ദർഭത്തിലും നമ്മുടെ ദൗത്യം നമുക്ക് നിർവഹിച്ചേ തീരൂ. നമ്മുടെ വർത്തമാനകാല സാഹചര്യം, നമ്മുടെ രാജ്യത്തിന്റെ പശ്ചാത്തലം ഉദ്ഘാടന പ്രസംഗത്തിൽ ബഹുമാന്യനായ MP അടക്കം സൂചിപ്പിച്ചത് നമ്മുടെ മനസ്സിലുണ്ട്. നാം അറിയുക, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ആര് ഭരണാധികാരിയായാലും ശരി, നമുക്ക് മുന്നിൽ ഒരു മാതൃകയുണ്ട്. ആദം നബി അലൈഹി ഇസ്ലാമിലൂടെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നമ്രൂദിന്റെ തീക്കുണ്ടത്തെ മറികടന്നുകൊണ്ട് ഈ ഉമ്മത്തിനെ മുന്നോട്ട് നയിച്ചെങ്കിൽ, മൂസാ നബി അലൈഹി ഇസ്ലാം ഫറവോയുടെ തീട്ടൂരങ്ങളെ മറികടന്നുകൊണ്ട് ഈ സമൂഹത്തിന് വഴികാട്ടിയായി തീരാൻ സാധിച്ചെങ്കിൽ, അന്ത്യപ്രബോധകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉത്ബത്തിന്റെയും ശൈബത്തിന്റെയും അബൂലഹബിന്റെയും അബൂജഹലിന്റെയും ഭീകര താണ്ഡവങ്ങളെ മറികടന്നുകൊണ്ട് ഈ സമൂഹത്തെ മുന്നോട്ട് നയിക്കുവാൻ പ്രവാചകന് സാധിച്ചെങ്കിൽ, ഞാനും നിങ്ങളും അറിയുക, ഇനി ഒരു പ്രവാചകൻ കടന്നു വരാനില്ല. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും സമൂഹത്തെ വഴി നടത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ കടമപ്പെട്ടവരാണ് ഞാനും നിങ്ങളുമെന്ന് 1000 വട്ടം നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം. അതിനുകൂടി ഉതകുന്ന തരത്തിലാണ് ഈ സെഷനുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ലീഗൽ ഫോറം നടക്കാൻ പോകുന്നത്. ശേഷം സുലൈമാൻ മേൽപ്പത്തൂരിന്റെ ക്ലാസ് നടക്കാൻ പോകുന്നത്. നമുക്ക് പങ്കാളികളാകാം. ഈ സമൂഹത്തിന് വെളിച്ചം പകരുവാൻ നമ്മുടെ ജീവിതത്തിന്റെ ശിഷ്ട ജീവിതം നമുക്ക് സമർപ്പിക്കാം. ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.